ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ പിക്ചറിൽ എല്ലാവർക്കും അറിയണ, എല്ലാവർക്കും പരിചയമുള്ള തേനിലാവ് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ്. ഇഡ്ലി മാവ് ആകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, ദോശമാവ് നമ്മൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇഡ്ലി മാവ് അധികം പുളിക്കാത്ത ഇഡ്ലി മാവ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് സ്വല്പം കളർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റെഡ് കളറാണ്, ഓറഞ്ച് കളറായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര സീറ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കപ്പ് വെള്ളം എടുക്കുക, അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായി തിളപ്പിച്ചിട്ട് അത് കുറച്ച് കട്ടിയായി വരും. ഒരു നൂൽ പരിവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഈ കട്ടിയായത്, ഈ പഞ്ചസാര സീറ കട്ടിയായത് പിന്നെ കട്ട പിടിക്കാണ്ടിരിക്കാൻ നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ നീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അടുത്ത് നോക്കേണ്ടത്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കളറും ആ ബാറ്ററും കൂടിയിട്ട് ചെറിയ സ്പൂൺ വെച്ച് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ പൊന്തി വരും, ബോൾ പോലെ ആയിട്ട് വരും. വളരെ ഈസിയാണ്, 2 മിനിറ്റ് മതി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് കലക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഉണ്ടാക്കുക, അപ്പോൾ തന്നെ നമുക്ക് സീറയിലിട്ട് കഴിക്കാം. കണ്ട, നല്ല ബോൾ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബോൾ പോലെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പതുക്കെ ഇത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. കണ്ട, തേനിലാവ് പോലെ തന്നെ ആയി വരുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ചത് ചെറിയ ചൂടോട് കൂടിയ പഞ്ചസാര സീറയിൽ ഇട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലാണ് അതിലേക്ക്, അധികം ചൂട് പാടില്ല, ചെറിയ ചൂട് മതി. ഈ പൊരിച്ച് വെച്ച ഓരോ ബോൾസ് നമുക്ക് ഈ പഞ്ചസാര സീറയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അത് മൂടി വെക്കാം. അപ്പോൾ അതിലേക്ക് ആ പഞ്ചസാര സീറൊക്കെ കയറി നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിന് തേൻ ഒലിക്കണ പോലെ തന്നെ, അതുകൊണ്ടാണ് തേനിലാവ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഓപ്ഷണലാണ്, നമുക്കിത് പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ തേനിങ്ങനെ ഒലിച്ച് വരുന്നത് കണ്ടോ. നമ്മളുടെ തേനിലാവ് ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന തേനിലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിലുണ്ടാവണ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ടേസ്റ്റി ക്വീൻ.